ജസ്റ്റിസ് കമാഷ് പാഷ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ടാണ് ഗ്രീഷ്മയ്ക്കിപ്പോൾ നെയ്യാറ്റിൻകര കോടതി വധശിക്ഷ നൽകിയിരിക്കുന്നത്. വിധിയെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇത് ഒരു അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് ഫാക്ട്സൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഒരിക്കലും. കാരണം ആ രീതിയിലുള്ള ഒരു കേസായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റില്ല. ബച്ചൻ സിംഗ് കേസിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ആദ്യം ഈ വിധി പുറപ്പെടുവിക്കുന്നത്. ഈ റയറസ്റ്റ് എമംഗ് റയർ ആയിരിക്കണം. ഇനി റയറസ്റ്റ് എമംഗ് റയർ എങ്ങനെ ആകും എന്നുള്ളതും അതിൽ പറയുന്നുണ്ട്. അതായത് വെൻ ദ ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റ്യനബിളി ഫോർക്ലോസ്ഡ് എന്നാണ്. അതായത് ലെസർ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ജീവപര്യന്തം തടവ്. ജീവപര്യന്തം തടവ് എന്ന് പറയുന്നത് തികച്ചും അപര്യാപ്തമാണ് എന്നുള്ള സംശയ ലെവലേശമന്യേ കാണണം. എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കേസിലേ വധശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ, ഡെത്ത് പെനാൽറ്റി. ഇപ്പം എല്ലാ മർഡറും എല്ലാ കൊലപാതകവും ബ്രൂട്ടലാണ്. നമുക്ക് പറയാം, ബ്രൂട്ടൽ അല്ലാത്ത കൊലപാതകങ്ങളില്ല. ഏത് കൊലപാതകവും വെറുതെ ഒന്ന് കൊന്നതല്ല ഉള്ളൂ എന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ. കൊലപാതകം തന്നെയാണ്, അതെല്ലാം ബ്രൂട്ടലുമാണ് ഡെത്ത്. ആ ബ്രൂട്ടലായി എന്നുള്ള ഒരു കാരണം അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അത് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതായത് ഡയബോളിക്കൽ, ബ്രൂട്ടൽ, ഇതൊക്കെ സുപ്രീം കോടതി ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വരണം. അത് മാത്രമല്ല മെസ്സേജ്, ഒരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജ്, അത് സൊസൈറ്റി ഒരു റിസ്കിലായിരിക്കണം. ആ രീതിയിലൊക്കെ ഉള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മൾ കൊടുക്കുന്നത്, വധശിക്ഷ കൊടുക്കുന്നത്. അല്ലാതെ സാധാരണ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മർഡേഴ്സ് എപ്പോഴും അതുപോലെ ഒരുപാട് ഒരു 2, 3, 4 കൊലപാതകങ്ങളൊക്കെ അങ്ങ് നടക്കുക ഒന്നിച്ച്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനകത്ത് ആ ഫാക്ട്സ് പോലും ചിലപ്പോഴും മാത്രമേ ഉള്ളൂ അത് റയറസ്റ്റ് എമംഗ് റയർ ആവുന്നത്, ഇല്ലെങ്കിൽ ആവുകയില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്ന് ഈ കേസിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ മനസ്സിലാക്കിയതും അതായത് അതിൻ്റെ പ്രതിഭാഗം വെർഷൻ എന്നൊക്കെ പറയുന്നത്, ഈ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ചു, ശല്യം ചെയ്തു, ഫോട്ടോകളും അതുപോലെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചു. അത് വെച്ചുകൊണ്ടുള്ള ഭീഷണിയായി, അതിന് വേറെ കല്യാണമൊന്നും നടക്കത്തില്ല, ആ രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന ഉടനെ നമുക്ക് മനസ്സിലാവേണ്ടത് ഇതിനകത്ത് ഒരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ട്. കാരണം ഈ പെൺകുട്ടിയെ അങ്ങ് ഒതുക്കി ചെന്നൊരു കോർണർ ചെയ്തങ്ങ് കൊണ്ടുവച്ചു. അതിന് വേറെ മാർഗ്ഗമില്ലാതെ വന്നപ്പോൾ എന്തുവെന്നറിയാമോ, അതങ്ങ് കൊന്നേക്കാമെന്ന് വിചാരിച്ചു. ഇതായിരിക്കാം അങ്ങേയറ്റം, ഇതേ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രായം 24 വയസ്സേ ഉള്ളൂ. ഇതിന് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുമ്പോൾ, ഒരുത്തൻ മരിക്കാൻ ഉള്ള ഇടയാവുമ്പോൾ, ഒരു കൊല നടക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ടേ. അതിൻ്റെ വീട്ടിൽ വന്നതാണ്, തിരിച്ചിറങ്ങിപ്പോയിട്ടാണ് ഈ സംഭവിച്ചേക്കുന്നത്, ഇറങ്ങിപ്പോയിട്ട് മരിച്ചു പോവാണ്, പ്രശ്നമാവും. ഇതെങ്ങനെ അതിന് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ? അതിനുള്ള ആ ചിന്താശേഷി പോലും ആയിട്ടില്ല ആ കുട്ടിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് ഒരു എറർ ഓഫ് ജഡ്ജ്മെൻറ്റ്. അത് മാത്രമല്ല അതിനകത്ത് പറ്റിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മെച്യൂർ മൈൻഡാണ്. ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരു കുട്ടിയെ തൂക്കാൻ വിധിക്കുക, വധശിക്ഷയ്ക്ക് വിധിക്കുക എന്ന് പറഞ്ഞാലോ, അത് നമ്മൾ ചിന്തിക്കണം. ഇത് മാത്രമല്ല, ഇത് നമ്മുടെ സമൂഹത്തിലൊരു വല്ലാത്തൊരു കാഴ്ചപ്പാടുള്ളത്. ഒരു പെണ്ണല്ലേ ഇത് ചെയ്തേക്കുന്നത്, അവൾക്കിങ്ങനെ തന്നെ വേണം എന്ന് ആളുകൾ പറയും. എന്തോ അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. എത്രയോ പെൺകുട്ടികൾ ഓരോരുത്തന്മാരാൽ കൊല്ലപ്പെടുന്നു നമ്മൾ കണ്ടു. ഇപ്പോൾ RG കാർ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിലെ അതിൻ്റെ വിധി വന്നല്ലോ, വളരെ അത്ഭുതമായിപ്പോയി ആ വിധി. എനിക്ക് തോന്നി യഥാർത്ഥത്തിൽ റയറസ്റ്റ് എമംഗ് റയർ ആവാവുന്ന കേസാണത്. പക്ഷേ അവിടെ അവന് ജീവപര്യന്തമാണ് തടവ് ശിക്ഷ കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് ജഡ്ജി അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അതൊക്കെ നിയമത്തിൻ്റെ ഒരു ആ പ്രോപ്പറായിട്ടുള്ള അപ്രീസിയേഷൻ ഓഫ് ഇതില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ വരുന്നത്. ഇതിനകത്ത് റയറസ്റ്റ് എമംഗ് റയറായിട്ട് കാണാൻ ഒന്നുമില്ല. ഒരുതനക്ക് ഒന്ന് ശരിയായ വിഷം കൊടുത്തു വന്നു. അതിന് അങ്ങേ അറ്റം ചെയ്യാവുന്നത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് കൊടുക്കാം. ലൈഫായാലും ഇന്നത്തെ കാലത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് എന്ന് പറയുന്നത് ഫോർ ലൈഫ് തന്നെയാണ്. അല്ലെങ്കിൽ അതിന് റെമിഷൻ എങ്ങാനും വേണം. അത് അത്ര എളുപ്പമൊന്നുമല്ല. ഇനിയുള്ള കാലത്ത് റെമിഷനൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ കുട്ടിയെ യഥാർത്ഥത്തിൽ ഈ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ട കേസായിരുന്നില്ല ഇതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കമാൽ പാഷ, ഈ 48 സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തൂക്കുകയർ എന്ന് കൂടിയാണ് കോടതി പറയുന്നത്. അപ്പോഴാണ് ഈ പ്രതിയുടെ പ്രായം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോഴാണ് 24 വയസ്സ്, അന്ന് 22 വയസ്സ്. 22 വയസ്സൊരു പ്രായം, അത് ഘടകമല്ല എന്ന് കോടതി പറയുന്നത് ആ പ്രവൃത്തിയുടെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണല്ലോ. മുൻപ് ക്രൈം ചെയ്തിട്ടില്ല എന്നത് കോടതി പരിഗണിച്ചിട്ടേ ഇല്ല.
അപ്പോൾ ഈ കോടതിയുടെ ഈ സമീപനം പുതുമയുള്ളതാണ് എന്നാണോ താങ്കൾ പറയുന്നത്? ഇതിൽ അപൂർവതയില്ല എന്ന് പറയുമ്പോൾ പുതുമയുള്ള സമീപനത്തിലേക്ക് കോടതി എത്തി എന്നാണോ? സുപ്രീം കോടതിയുടെ ഒന്നിലധികം വിധികളുണ്ട്. അതായത് ഹീ ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ് എന്ന് പറഞ്ഞാൽ മധ്യവയസ്കന്മാർക്ക് മാത്രമേ ഉള്ളൂ റിസ്ക്. മധ്യവയസ്കൻ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അവന് തൂക്കം വിധിക്കാം എന്ന് ഞങ്ങൾ തമാശയായിട്ട് പറയും. ഹീ ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ് എന്നാണ്. വളരെ ചെറുപ്പമായിരിക്കാനും പാടില്ല, വളരെ പ്രായം കൂടാനും പാടില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ ഞാനൊരിക്കൽ ഒരു പ്രതിക്ക് 21 വയസ്സുകാരന് കൊടുത്തിട്ടുണ്ട് കേട്ടോ വധശിക്ഷ. അത് കൊടുക്കാൻ കാരണം അത് കരാട്ടെ ഫറൂഖ് എന്ന് പറയുന്ന ഒന്നാം പ്രതിയുമായിട്ട് ചേർന്ന് ഒന്നാം പ്രതി ബോംബ് കൊടുത്തു. ഈ രണ്ടാം പ്രതിയാണ് എറിയുന്നത്. ഈ രണ്ടാം പ്രതിക്ക് 21 വയസ്സേ ഉള്ളൂ. അവന് നല്ല ഉന്നമാണ്. ആ കറക്റ്റ് എത്ര ദൂരെ നിന്നായാലും ആ കറക്റ്റ് പോയിന്റിൽ എറിയും. അങ്ങനെയാണ് ഈ കബീറിനെ തലയിൽ എറിഞ്ഞു വന്നത്. 2 പോലീസുകാർ കൊണ്ടുനടക്കുകയാണ്, ജയിലിലേക്ക് കൊണ്ടുപോവാണ്. ആ പോലീസുകാരുടെ തലയിലൊന്നും അത് കൊണ്ടില്ല, ഇവൻ്റെ തലയിൽ തന്നെ കൊണ്ടിട്ട് അതങ്ങ് ചെതറി പോയി എന്നുള്ളതാണ്. തലയില്ല, അതുപോലെ ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഇതിൽ അത് നിർബന്ധമായിട്ടും റയറാണ് വരേണ്ടതാണ്. കാരണം കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു പ്രതി ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ആ ജുഡീഷ്യൽ കസ്റ്റഡിയാണ്. അങ്ങനെയുള്ള ഒരു പ്രതിയെയാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോൾ കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ ഇവർ കൊടുക്കാതെ കരാട്ടെ ഫറൂഖിനെ മാത്രം തൂക്കം എത്തിക്കാനും പറ്റത്തില്ല. കാരണം അയാൾ ബോംബ് കൊടുത്തതേ ഉള്ളൂ, എറിഞ്ഞതവനാണ്. അപ്പോൾ ഇവനെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ആ 21 വയസ്സുകാരന് ഞാൻ കൊടുത്തു. ഞാൻ അതിൻ്റെ റീസണും എഴുതിയിരുന്നു. കേരള ഹൈക്കോടതി അത് കൺഫേം ചെയ്തതാണ്. അത് സുപ്രീം കോടതിയിൽ അതിൻ്റെ കൺവിക്ഷൻ മാത്രം ചലഞ്ച് ചെയ്തു, അത് സെൻറ്റൻസ് മാത്രം ചലഞ്ച് ചെയ്തു, കൺവിക്ഷൻ ചലഞ്ച് ചെയ്തില്ല. ആ സെൻറ്റൻസ് മാത്രമേ പറയാനുള്ളെന്ന് പറഞ്ഞു, വേറെ ഒന്നും പറയാത്തതുകൊണ്ട് അത് ശരിയാക്കി അവർ ലൈഫായിട്ട് കൊടുത്തു. കരാട്ടെ ഫറൂഖ് ജയിലിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. മറ്റേ ആളിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇത് പ്രായം കുറഞ്ഞ പ്രതിയാണ്. ആ പ്രായം ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് ചെയ്തത്. അയാളെ ഒഴിവാക്കാൻ എനിക്ക് മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ കണ്ടായിട്ട് വന്നത്. പക്ഷേ അതുകൊണ്ട് ഇത് പ്രായം ഒരു മാനദണ്ഡമല്ല എന്ന് പറയുന്നത് ശരിയല്ല. സുപ്രീം കോടതിയുടെ അത് തന്നെ ഒന്നിലധികം വിധികളുണ്ട്. ഹീ ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ് എന്നുണ്ട്. അതാവാൻ പാടില്ല. ഒരുപാട് പ്രായമുള്ള ആളിനും കൊടുക്കുകയില്ല, ഒരുപാട് പ്രായം കുറഞ്ഞ ആളിനും കൊടുക്കുകയില്ല. അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നന്ദി ജസ്റ്റിസ് കമാൽ പാഷ വ്യത്യസ്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.